നമസ്കാരം. മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് മോഹൻലാൽ. പകരം വെക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ അവസ്മരണീയമാക്കിയ താരത്തിന് ആരാധകർ ഏറെയാണ് എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല. വലിയൊരു ആരാധക വൃന്ദം തന്നെ മോഹൻലാലിനുണ്ട്. പ്രായഭേദമന്യേ എല്ലാവരുടെയും ഏട്ടനാണ് മോഹൻലാൽ. 1980-ൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ എത്തി മലയാളികളുടെ മനസ്സിനെ കീഴടക്കാൻ മോഹൻലാൽ എന്ന നടന് അധിക കാലതാമസമൊന്നും വേണ്ടി വന്നില്ല. നടനായും സംവിധായകനായും എല്ലാം അദ്ദേഹം മോളിവുഡിന്റെ അഭിമാനമായി നിലനിൽക്കുകയാണ്. മോഹൻലാലിന്റെ വാർത്തകളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുള്ളത്. ഇപ്പോഴത്തെ അദ്ദേഹം വോട്ട് ചെയ്യാനെത്തിയ വാർത്തയാണ് ചർച്ചയായി മാറുന്നത്. തിരക്കുകളെല്ലാം മാറ്റിവെച്ച് താരങ്ങളെല്ലാം വോട്ട് ചെയ്യാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യ സംവിധാനത്തിൽ തങ്ങളുടെ ഭാഗം കൃത്യമായി ചെയ്യുക, അതിനുവേണ്ടിയാണ് തിരക്കുകളെല്ലാം മാറ്റിവെച്ചത്. മോഹൻലാലും പൃഥ്വിരാജും അടക്കം നിരവധി താരങ്ങളാണ് അതിരാവിലെ തന്നെ വോട്ട് ചെയ്യാനെത്തിയത്. താരജാടകളൊന്നുമില്ലാതെ ക്യൂ നിന്നായിരുന്നു ഇവർ സമ്മതിദാന അവകാശം വിനിയോഗിച്ചത്. മുടവൻ മുകളിലെ ബൂത്തിലായിരുന്നു മോഹൻലാൽ എത്തിയത്. വോട്ട് ചെയ്ത് മടങ്ങുന്നതിനിടെ പ്രതികരണം തേടിയവരോട് ദിസ് ഇസ് ഇറ്റ് എന്ന് പറഞ്ഞ് വോട്ട് ചെയ്തതിന് കയ്യിലെ അടയാളം കാണിക്കുകയായിരുന്നു അദ്ദേഹം. സീക്രട്ട് ബാലറ്റ് ആണെന്നും പറഞ്ഞിരുന്നു. നിമിഷ നേരം കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വീഡിയോ വൈറലായി മാറിയത്. സീനിയർ സിറ്റിസൺ അല്ലേ, പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ ക്യൂവിൽ നിർത്തിയത്? അദ്ദേഹത്തെ ഒന്നും ക്യൂ നിർത്തേണ്ട കാര്യമില്ല. ഇങ്ങനെയായിരുന്നു വീഡിയോയുടെ താഴെ വന്ന ചില പ്രതികരണങ്ങൾ. വയ്യാത്തവർക്കൊഴികെ മുൻഗണന ഇല്ലാത്തൊരു ക്യൂ വോട്ടിന്റെയാണ്. എല്ലാവരും സമന്മാരാണ്. ഈ കാര്യത്തിൽ ക്യൂ നിന്നേ പറ്റൂ. അവിടെ ക്രൗഡാവും, ഫോട്ടോഗ്രാഫേഴ്സും ഫാൻസും ഒക്കെയായി തിരക്കാവും. സെലിബ്രിറ്റികളെ ക്യൂവിൽ നിർത്താതെ ഇരിക്കുന്നതാണ് നല്ലതെന്നായിരുന്നു ഒരാളുടെ മറുപടി. സെലിബ്രിറ്റികളെ കാണുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു തിരക്ക് വരും. അത് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. എത്ര വലിയ ആളാണെങ്കിലും വോട്ട് ചെയ്യാൻ വന്നാൽ എല്ലാവരും ഒരുപോലെയാണ്. ക്യൂ നിന്നേ മതിയാകും. ജനാധിപത്യ മര്യാദ പാലിക്കാൻ അദ്ദേഹവും ബാധ്യസ്ഥനാണ്. സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞു ആരും ക്യൂ നിൽക്കുന്നില്ലേ? അദ്ദേഹത്തിന് യാതൊരുവിധ കുഴപ്പവുമില്ലല്ലോ. പിന്നെ നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ ചർച്ചയാക്കുന്നതെന്ന് ചോദിച്ചവരുമുണ്ടായിരുന്നു. എന്റെ വോട്ട് ഞാൻ ചെയ്തു, ഇനി നിങ്ങളുടെ ഊഴമാണെന്നായിരുന്നു മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. പറഞ്ഞത് വോട്ടിനെ കുറിച്ചാണെങ്കിലും ചർച്ചയായത് അദ്ദേഹത്തിന്റെ ലുക്കും വാച്ചും ഒക്കെയായിരുന്നു. അതേസമയം തന്നെ മോഹൻലാലിന് പിന്നാലെ മമ്മൂക്കയും വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിരുന്നു. വോട്ട് ചെയ്ത് ഇറങ്ങുന്നതിനിടെ മാധ്യമപ്രവർത്തകർ മമ്മൂട്ടിയെ വളഞ്ഞു. ആ സമയത്ത് ഒരു മാധ്യമപ്രവർത്തകൻ ഇംഗ്ലീഷിൽ ഒരു ചോദ്യം ചോദിച്ചു. എന്നാൽ മമ്മൂട്ടി നൽകിയ മറുപടിയാണ് രസകരമായി സോഷ്യൽ മീഡിയ രസിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇംഗ്ലീഷിൽ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകനോട് മമ്മൂട്ടി പറഞ്ഞത് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നായിരുന്നു. ഇതാണ് സോഷ്യൽ മീഡിയയിൽ ചിരി പടർത്തിയത്. മാത്രമല്ല മാധ്യമപ്രവർത്തകരും ഇത് കേട്ട് ചിരിക്കുന്നുണ്ട്. അതേസമയം തന്നെ ലാലേട്ടൻ വോട്ട് ചെയ്തതും അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ പോസ്റ്റുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. ലാലേട്ടൻ പിണറായി വിജയനെ ഇന്റർവ്യൂ ചെയ്യും, സതീശന്റെ കൂടെ നടക്കുകയും ചെയ്തു. പക്ഷേ ആൾക്ക് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുണ്ട്. പൊതുവെ വോട്ട് ചെയ്യാറില്ലല്ലോ. ഇത്തവണ എത്തിയല്ലേ, അഭിനന്ദനങ്ങൾ. ആ വിരലിൽ പുരണ്ടിയിരിക്കുന്നത് യഥാർത്ഥ മഷിയാണെന്ന് വിശ്വസിച്ചോട്ടെ തുടങ്ങിയ കമന്റുകളൊക്കെ അദ്ദേഹത്തിന്റെ പോസ്റ്റിന് താഴെ വരുന്നുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകരെല്ലാമായി അടുപ്പമുണ്ട് അദ്ദേഹത്തിന്. സ്വന്തം നിലപാട് അദ്ദേഹം പറയാതെ തന്നെ മനസ്സിലാക്കിയതാണ് മറ്റുള്ളവർ. അതേക്കുറിച്ചുള്ള ചർച്ചകളും പോസ്റ്റിന് താഴെയുണ്ട്. 16ാം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. എന്തായാലും 2,71,00,000 വോട്ടേഴ്സാണ് ഇന്ന് വിധി എഴുതുന്നത്. 7 മണിയോടെയാണ് പോളിംഗ് ആരംഭിച്ചത്. തുടക്കം മുതൽ തന്നെ പോളിംഗ് ബൂത്തുകളിൽ നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത്. നടൻ മോഹൻലാൽ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നിവരും വിവിധ സ്ഥാനാർത്ഥികളും രാവിലെ വോട്ട് രേഖപ്പെടുത്താനെത്തി. പറവൂരിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുടുംബത്തോടൊപ്പമാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. മുടവൻമുകൾ LP സ്കൂളിലാണ് മോഹൻലാൽ വോട്ട് ചെയ്യാൻ എത്തിയത്. ഗുരുവായൂരിലെ ദേവസ്വം സ്കൂളിലാണ് സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. സാദിഖ് അലി തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവർ പണക്കാട് CKM-MA-LP പോളിംഗ് ബൂത്തിലും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ ചങ്ങനാശ്ശേരി വാഴപ്പള്ളി സെന്റ് തേരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 138 നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്തു. അതേസമയം മമ്മൂട്ടി മോഹൻലാലും നായകന്മാരായി എത്തുന്ന പേട്രിയറ്റ് റിലീസിനൊരുങ്ങുകയാണ്. മഹേഷ് നാരായൺ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മോഹൻലാലും പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട്. 18 വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. കൂടാതെ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി തുടങ്ങിയ വമ്പൻ താരനിരകളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. അടുത്തിടെ പുറത്തുവിട്ട ചിത്രത്തിന്റെ ട്രെയിലറിന് വലിയ സ്വീകാര്യതയായിരുന്നു ലഭിച്ചത്. എന്തായാലും ചിത്രത്തെക്കുറിച്ച് മമ്മൂട്ടി പറഞ്ഞ വാക്കുകളാണ് ചർച്ചയാവുന്നത്. കമൽഹാസനും രജനീകാന്തും ഒന്നിക്കുന്ന നെൽസൺ ചിത്രത്തിന്റെ പ്രൊമോ വീഡിയോയാണ് ആരാണ് സിനിമയിൽ ഹീറോ എന്ന് ഇരുവരും ചോദിക്കുന്ന പോലെ മഹേഷ് നാരായണനോട് ഈ ചിത്രത്തെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചിരുന്നോ എന്നായിരുന്നു ചോദ്യം. ഇതിലെ കഥയാണ് ഹീറോ എന്നായിരുന്നു മമ്മൂട്ടിയുടെ മറുപടി. മോഹൻലാലിനും തനിക്കുമിടയിൽ അത്തരത്തിലുള്ള ഈഗോ ഇല്ലെന്നും മമ്മൂട്ടി കൂട്ടിച്ചേർത്തു. ഇല്ല, ഇതിലെ കഥയാണ് ഹീറോ എന്ന് ഞങ്ങൾക്ക് 2 പേർക്കും അറിയാം. ഞങ്ങൾക്കിടയിൽ അത്തരം ഈഗോ ഒന്നുമില്ല. മോഹൻലാൽ എൻ്റെ സിനിമകളിൽ അഭിനയിക്കാറുണ്ട്, ഞാൻ അദ്ദേഹത്തിന്റെ സിനിമകളിലും അഭിനയിക്കാറുണ്ട്. അടുത്തിടെ മോഹൻലാൽ ദിലീപിന്റെ ചിത്രത്തിൽ അഭിനയിച്ചു. അതുപോലെ ഞാൻ യുവാക്കൾക്കൊപ്പമുള്ള ഒരു സിനിമയിൽ കാമിയോ റോളും ചെയ്തു. പേട്രിയറ്റിൽ ഞങ്ങൾ വെറും 2 കഥാപാത്രങ്ങളെ മാത്രമാണ് അവതരിപ്പിക്കുന്നത്. ഒരുപാട് കഥാപാത്രങ്ങളുള്ള കണ്ടന്റിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സിനിമയാണിത്. അനുപമ ചോപ്രയുമായുള്ള അഭിമുഖത്തിനിടെയായിരുന്നു മമ്മൂട്ടിയുടെ പ്രതികരണം. അതേസമയം മെയ് 1-നാണ് ചിത്രം തിയേറ്ററിൽ എത്തുന്നത്.
സുഷിൻ ശ്യാമാണ് ചിത്രത്തിലെ സംഗീതമൊരുക്കുന്നത്. മോഹൻലാലും മമ്മൂട്ടിയും നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരുമിക്കുന്ന ചിത്രമാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രിയറ്റ്. രണ്ടു കൂട്ടം ഫാൻസും വ്യത്യസ്ത രീതിയിലെ അഭിനയവും ചേർന്നാലും നടന്മാരായ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒരേ സ്ക്രീനിൽ ഒന്നിച്ചു കാണാൻ ആഗ്രഹിക്കുന്നവരാകും രണ്ടുപേരുടെയും ആരാധകർ. നമ്പർ 20 മദ്രാസ് മെയിൽ ട്രെയിൻ യാത്രയ്ക്കിടെ നടൻ മമ്മൂട്ടിയെ കാണുന്ന ആരാധകനായ ടോണി കുരിശങ്കലിനെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചതെങ്കിൽ ആരാധകനെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന നടനെയും പ്രേക്ഷകർ ഒരുപോലെ സ്നേഹിച്ചു. അവർ ഒന്നിച്ചു പ്രത്യക്ഷപ്പെടുന്ന ഷോട്ടിനായി കാത്തിരിപ്പ് ആരംഭിച്ചിട്ടും നാളെയേറെയായി. മലയാള സിനിമയിലെ പകരം വയ്ക്കാനാകാത്ത താരങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലും. അഭിനയ ജീവിതത്തിലെ 4.5 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇവരുടെ സിംഹാസനങ്ങൾ അചഞ്ചലമാണ്. ഇവർക്ക് പരസ്പര എതിരാളികളും ഇവരാണ്. എന്നാൽ ഈ അനൗദ്യോഗിക മത്സരം ബോക്സ് ഓഫീസ് കളക്ഷനുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഇവരിൽ ആരാണ് മികച്ച നടൻ എന്ന ചോദ്യത്തിന് മലയാളിക്ക് ഇന്നും ഒരു ഉത്തരമില്ല. ഒരു ഉത്തരം കണ്ടെത്താൻ പലരും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഈ ചോദ്യത്തിന് ഉത്തരം നേടാതിരിക്കുന്നതാണ് പല മലയാളികളും ഇഷ്ടപ്പെടുന്നത്. 18 വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് സ്ക്രീനിൽ എത്തുന്നത് എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. പാട്രിയറ്റ് 24ാമത് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ലോസ് ആഞ്ചലീസിന് തുടക്കം കുറിച്ചും എത്തുകയാണ്. ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ലോസ് ആഞ്ചലീസിൽ 27 സിനിമകളാണ് പ്രദർശിപ്പിക്കുക. ഇതിൽ 7 ഫീച്ചർ ഫിലിമുകളും 2 ഡോക്യുമെന്ററികളും 18 ഹ്രസ്വചിത്രങ്ങളുമാണ് ഉൾപ്പെടുത്തുക. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, മലേഷ്യ, ഫിലിപ്പീൻസ്, ജപ്പാൻ, ഫ്രാൻസ്, UK, നെതർലാൻഡ്സ്, ജർമ്മനി, സൗദി അറേബ്യ, USA എന്നിവിടങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ഫെസ്റ്റിവലിൽ ഉണ്ടാവുക. ഏപ്രിൽ 23 മുതൽ 26 വരെയാണ് ഫെസ്റ്റിവൽ നടക്കുന്നത്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രിയറ്റിൽ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള ദൗത്യത്തിനിറങ്ങുന്ന വിരമിച്ച JAG ഓഫീസറായിട്ടാണ് മമ്മൂട്ടി എത്തുന്നത്. മോഹൻലാൽ യുദ്ധരംഗങ്ങളിൽ പരിചയസമ്പന്നനായ ഒരു ഉദ്യോഗസ്ഥന്റെ വേഷമാണ് അവതരിപ്പിക്കുന്നത്. ഫഹദ് ഫാസിൽ, നയൻതാര, കുഞ്ചാക്കോ ബോബൻ, രേവതി, രാജീവ് മേനോൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. പാട്രിയറ്റ് പോസ്റ്റർ ചിത്രത്തിലെ പ്രധാന താരങ്ങൾ ഉൾപ്പെടുത്തി ഒന്നിലധികം പോസ്റ്ററുകൾ അണിയറ പ്രവർത്തകർ പുറത്തിറക്കിയിരുന്നു. മലയാളത്തിലെ ട്രെൻഡ് സെറ്റർ സംഗീത സംവിധായകനായ സുഷിൻ ശ്യാം സംഗീതമൊരുക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ബോളിവുഡിലെ വമ്പൻ സൂപ്പർ താര ചിത്രങ്ങൾക്ക് ദൃശ്യമൊരുക്കി ശ്രദ്ധ നേടിയ മനുഷ് നന്ദനാണ്. സംവിധായകൻ മഹേഷ് നാരായണനും രാഹുൽ രാധാകൃഷ്ണനും ചേർന്നാണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത്. വളരെ വർഷങ്ങൾക്ക് ശേഷം ആ ഇതിഹാസങ്ങൾ ഒന്നിക്കുന്നതിന്റെ ത്രില്ലിലാണ് ആരാധകരും. 16 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രമാണ് മഹേഷ് നാരായണന്റെ ഈ ചിത്രം. 2013 മമ്മൂട്ടി നായകനായ കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന സിനിമയിൽ മോഹൻലാൽ ഒരു ചെറിയ വേഷം ചെയ്തിരുന്നു. ആകെ 11 മലയാള താരങ്ങൾ കാമിയോ ചെയ്ത ചിത്രമായിരുന്നു ഇത്. കഥാപാത്രങ്ങളെ ഇവർ രണ്ടും ഒന്നിച്ച സിനിമ എന്ന് വിളിക്കാറുള്ളത് 2008 2020 ചിത്രം മാത്രമാണ്. ആകെ 9 വയസ്സ് മാത്രം പ്രായവ്യത്യാസമുള്ള മമ്മൂട്ടി മോഹൻലാലിന്റെ അച്ഛനായി ഒരു സിനിമയിൽ അഭിനയിച്ചതും ചരിത്രമാണ്. 1982 പടയോട്ടം എന്ന സിനിമയിലാണ് മോഹൻലാൽ മമ്മൂട്ടിയും ഇത്തരത്തിൽ വേഷപ്രകടനം നടത്തിയത്. അതിരാത്രം, അനുബന്ധം, വാർത്ത, അടിമകൾ ഉടമകൾ, കരിയില, കാറ്റുപോലെ, ഹരികൃഷ്ണൻസ് തുടങ്ങിയ സിനിമകളിലെ ഇവരുടെ വേഷങ്ങൾ ശ്രദ്ധേയമാണ്. ഇന്ന് മലയാള സിനിമയിൽ കാരണവന്മാർ മാത്രമല്ല, വളരെ വലിയ പ്രതിഫലം പറ്റുന്ന മുതിർന്ന 2 മുൻനിര നായകന്മാരും കൂടിയാണ് ഇരുവരും.